ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൈ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പോകുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമടച്ചിൻ്റെ ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന നയാസിനമൈഡ്, വൈറ്റമിൻ ഇ, കോജിക് ആസിഡൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നത് 200. ഞാനിപ്പോൾ ചെറിയൊരു 30 ഗ്രാമിൻ്റെ ട്യൂബാട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ എനിക്ക് തോന്നുന്നു 200 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസിങ് ആവുന്നുണ്ട്, നന്നായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫേസ് വാഷൊക്കെ ചെയ്തു. ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ ടോണർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആൽഫ് ഗുഡ്നസിൻ്റെ ഒരു ഉപ്റ്റാൻ ആൽഫ ആൽബുട്ടിൻ ഡേ ക്രീമാണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് തീരാറായിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ബോട്ടിലും കൂടി വാങ്ങാനിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണിന് ചുറ്റുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. കണ്ണിന് ചുറ്റുമാണെങ്കിലും ഫേസ് ആണെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് ഓഫ് കോഴ്സ് സൺസ്ക്രീൻ കേട്ടോ. അതിപ്പോൾ പുറത്ത് പോയാലും ഇല്ലെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ടി വരും. ആ ഒരു 2-3 മിനിറ്റ് മതി നമുക്ക് ശരിക്കും ഇത് ടാൻ അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ SPF 13 ആയിട്ടുള്ള സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യണതുകൊണ്ട് SPF 13 ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം പുറത്തോട്ടൊക്കെ പോകുന്ന ടൈമാണെങ്കിൽ SPF 15+ അല്ലെങ്കിൽ 40+ ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യും കേട്ടോ. ഫേസിൽ മാത്രമല്ല കേട്ടോ, കയ്യിലും കഴുത്തിലും പിന്നെ ചെവിയിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ചെവിയിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് സൺ എക്സ്പോഷർ കിട്ടണ ഏതൊക്കെ ഏരിയയാണോ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ചെവി മാത്രം നമുക്ക് വേറെ കളറൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചത്ത ചുണ്ടുകളൊന്നും ജീവിപ്പിക്കാനായിട്ട് ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിപ് ബാം നോർമലി ഞാൻ മോർണിംഗിൽ ചെയ്യാറില്ല കേട്ടോ. നൈറ്റ് സ്കിൻ കെയറിൽ ചെയ്യാറുണ്ട്, മോർണിംഗ് സ്കിൻ കെയറിൽ അധികം ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് അധികം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് പോലെ തോന്നും. ഈ ഒരു 3 സ്റ്റെപ്സ് ഞാൻ മോർണിംഗ് സ്കിൻ കെയറിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത സ്റ്റെപ്സാണ്. വേറെ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും ഈ ഒരു 3 കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ പതുക്കെ നിങ്ങൾ കൂടുതൽ സ്കിൻ കെയറിലേക്ക് പോയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ സ്കിൻ കെയർ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ.